കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായിക അവളുടെ 5 കുട്ടികളുടെ കൂടെ നടന്നു വരുന്നത് കാണിച്ചുകൊണ്ടാണ്. 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് അവൾക്കുള്ളത്. അവളുടെ പേര് സൂലി എന്നാണ്. ഇതേസമയം സൈഡിലൂടെ നടന്നു പോകുന്ന ചിലർ എന്തൊക്കെയോ സംസാരിച്ചു പോകുന്നു. അത് വളരെ യാദൃശികമായി സൂലിയുടെ കാതിൽ വീഴുന്നുണ്ട്. പ്രശസ്ത ഡിസൈനറെ തിരിച്ചു ചൈനയിലേക്ക് ലീ ഗ്രൂപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് വൻ തുക, ഏകദേശം $80 മില്യൺ കൊടുത്തിട്ടാണെന്നും അതേപോലെ തന്നെ ലീ ഗ്രൂപ്പിന്റെ CEO ഹാനിനും ലു എന്ന പെൺകുട്ടിക്കും വിവാഹം നടക്കാൻ പോവുകയാണെന്നുമൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന സൂലി അവളുടെ ചില പഴയ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അതിൽ സൂലിയുടെ സ്റ്റെപ്പ് സിസ്റ്റർ അവൾക്ക് ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് വളരെ മയക്കി അവളെ ഒരു മുറിയിൽ കൊണ്ടുപോയി ആക്കുന്നു. ശേഷം ആ മുറിയിലേക്ക് ആരെയോ പറഞ്ഞു വിടാനും അവിടെ സൂലിക്കിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനുമായിട്ടാണ് സ്റ്റെപ്പ് സിസ്റ്ററിന്റെ ശ്രമമെങ്കിലും അവിടെ പുള്ളിക്കാരെ വിചാരിച്ച ആളല്ല വരുന്നത്, മറിച്ച് മുന്നേ നമ്മൾ കേട്ട CEO ഹാനാണ്. അന്ന് അവർ രണ്ടുപേരും നന്നായി ലഹരി ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ അവർ പോലും അറിയാതെ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുകയും അതിനൊക്കെ ശേഷം പതിയെ മയക്കമുണരുന്ന സൂലി താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവളുടെ ഒരു ചെയിൻ അവിടെ അറിയാതെ വീണു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വേഗം സൂലി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററും അച്ഛനും സ്റ്റെപ്പ് മദറും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് കേൾക്കാം. അവളെ ആർക്കാണോ ഇവർ കാഴ്ചവെക്കാനായി ശ്രമിച്ചത്, പുള്ളിക്കാരൻ അവളെ കയ്യിൽ കിട്ടാത്തതിന്റെ കലിപ്പ് ഫോണിലൂടെ തീർക്കുമ്പോൾ സോറി സാർ, എന്തോ ഒരു പെശകിടക്കി പറ്റിയതാണ്, എത്രയും പെട്ടെന്ന് സൂലിയെ നിങ്ങളുടെ അടുത്ത് കൊണ്ടെത്തിച്ചേക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് അകത്തേക്ക് വരുന്നവൾ എന്തിനാ എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ സ്വന്തം അച്ഛൻ പോലും തന്നെ ഇങ്ങനെ വിൽപ്പന ചേർക്കാക്കാനായി കൂട്ടു നിൽക്കുന്നു എന്നത് അവളെ ഭയങ്കര അമ്പരപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മകളല്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവൾ സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്ന അച്ഛൻ അവളെ അടിക്കുന്ന ടീം സ്റ്റെപ്പ് മദർ തടയുന്നു. ഇപ്പോൾ അയാൾ വരുന്നതാ, അയാളുടെ മുമ്പ് ഇവളെ ഇങ്ങനെ അടിച്ചു തല്ലിയ പരുവത്തിലല്ല കൊണ്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ദേ നിന്റെ അമ്മയെ പറ്റി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, മര്യാദയ്ക്ക് പറയുന്നതൊക്കെ കേട്ടിരുന്നോണെന്നും പറഞ്ഞ് സ്റ്റെപ്പ് മദർ തന്റെ അമ്മയെ മോശമായി സംസാരിക്കാൻ വരുന്നത് കേട്ടു നിൽക്കാനാവാതെ സൂലി സ്റ്റെപ്പ് മദറുമായി വഴക്കുണ്ടാക്കുന്നു. പക്ഷെ അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, മറുവശത്ത് 3 പേരുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് അവളെ ആക്രമിച്ച് അടിച്ച് ബോധം കെടുത്തിയിരുന്നു. ആ സമയത്താണ് അവിടേക്ക് ലീ ഗ്രൂപ്പിന്റെ CEO ഹാൻ വരുന്നു എന്ന കാര്യം അവർ അറിയുന്നത്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതെന്ന് ആകെ അമ്പരക്കുന്നു. കാരണം വളരെ കാശുകാരനായ പ്രശസ്തനായ ഒരാളാണ് ഹാൻ. അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് ആ ഒരു ചെയിൻ കാണിച്ചിട്ട് ഹാൻ ആരുടേതാണ് ഈ ചെയിൻ എന്ന് ചോദിക്കുന്നത്. കാരണം അത് വെച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഫാമിലിയിൽപ്പെട്ട ആരുടെയോ ആണ് അതെന്ന് ഹാനിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഹാൻ ആ ചെയിന്റെ കാര്യം ചോദിക്കുമ്പോഴാണ് അപ്പോ സൂലി ഞാൻ വിചാരിച്ച ആളുടെ മുറിയിൽ പോവാതെ ഇയാളുടെ കൂടെ ആയിരുന്നു എന്നത് ലൂവിന് മനസ്സിലാവുന്നത്. അവൾ വേഗം തന്നെ ഞാനായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നൊരു കള്ളം പറയുമ്പോൾ ഇന്നലെ സംഭവിച്ചതിനൊക്കെ കോമ്പൻസേഷൻ എന്ന് വണ്ണം ചില കാര്യങ്ങൾ ഹാൻ കൊടുക്കാനായി നോക്കുമ്പോൾ എനിക്ക് അതൊന്നും പോരാ, എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യണമെന്ന് അവൾ പറയാണ്. കിട്ടി പോയാ പോയെന്ന മറ്റുള്ളൊരു പറച്ചിലായിരുന്നു അത്. കേൾക്കേണ്ട താമസം ഹാൻ ഉടനെ തന്നെ അവളെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല എന്ന് പറയുന്നതിന് പകരം വേണമെങ്കിൽ വിവാഹം ചെയ്യാമെന്ന ആ ഒരു രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നു. നാളെ കാർ വരും, അതിൽ കയറി വന്നേക്കണം എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുമ്പോൾ അവളുടെയും അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ ലെഡ് പൊട്ടുന്നുണ്ട്. സത്യത്തിൽ സൂലിക്ക് കിട്ടേണ്ട ഭാഗ്യമാണ് ലൂ ഇവിടെ കൈയെടുക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് സൂലി ഒരിക്കലും പുറത്തുപോയി ഈ കാര്യങ്ങൾ ആരെയും അറിയിക്കരുത് എന്നതുകൊണ്ട് തന്നെ അവർ വേഗം അകത്ത് ബോധം കെട്ടുകിടന്ന് സൂലിയെ പൂട്ടിയിടാനായി അന്വേഷിച്ചു വരുമ്പോഴേക്കും അവളെ കാണുന്നേയില്ല. സൂലി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. പിന്നീട് അവളെ പറ്റി കുറച്ചു നാൾ ഒരു വിവരം ഇവർക്ക് ആർക്കും ഇല്ല. നമ്മളിപ്പോ കാണുമ്പോൾ സൂലി അന്നത്തെ ആ ഒരു സംഭവത്തിലൂടെ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവളുടെ ഡെലിവറി നടക്കുന്ന ദിവസമാണ്. എല്ലാവിധ റെക്കോർഡുകളെയും ഭേദിച്ച് 5 കുഞ്ഞുങ്ങളെയാണ് ഒറ്റ പ്രസവത്തില് സൂലിക്ക് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് 5 കുട്ടികളെ ഡോക്ടറും നഴ്സുമാരും കൂടി കാണിക്കുമ്പോൾ സൂലിയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഈ പഴയ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ച് നിൽക്കുകയാണല്ലോ സൂലി. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഒരു 6-7 വർഷം എങ്ങാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ അവർ നിൽക്കുന്നതിനടുത്താണ് ലീ ഗ്രൂപ്പ് ഉള്ളത്. അവിടേക്ക് ഹാൻ വരുന്നത് കാണുമ്പോൾ ഉടനെ തന്നെ സൂലിയുടെ മകൾ വേഗം ഹാനിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അച്ഛന്ന് വിളിച്ചുകൊണ്ട് വരുന്ന കൊച്ചിനെ കാണുമ്പോൾ ഞാൻ നിന്റെ അച്ഛനല്ല എന്ന് പറയുന്ന ഹാൻ, അല്ല നീ ഒറ്റയ്ക്കാണോ, എവിടെ അമ്മ അച്ഛനൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അങ്ങോട്ടേക്ക് സൂലി വരുന്നത്. സൂലി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നത് കാണുമ്പോൾ ഹാനിന് സൂലി എവിടെയോ കണ്ടു മറന്ന ഒരു പരിചയം. കൃത്യമായി എവിടെയാണ് എന്നൊരു ഓർമ്മയില്ല. നമ്മളമ്മ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് ഹാൻ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ് സൂലി അവിടെ നിന്ന് പോകാൻ തിടുക്കം കാണിക്കുന്നു. അപ്പോഴും ഹാൻ എന്തോ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഒരാളെത്തി സൂലിയുടെ കൂടെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഓ അതായിരിക്കും കൊച്ചിന്റെ അച്ഛൻ, കൊച്ചു ചുമ്മാ തെറ്റി വിളിച്ചതായിരിക്കും എന്നുള്ള രീതിയിൽ ഹാൻ അതൊക്കെ വിടുന്നു. കൂടാതെ അടുത്ത ദിവസം ഹാനിന്റെ കല്യാണവുമാണ്. അങ്ങനെ പിന്നീട് ഒരു വീട്ടിലേക്ക് സൂലി കുട്ടികളുടെ കൂടെ എത്താണ്. കൂടെ മറ്റാളുമുണ്ട്. ആളുടെ പേര് വൂ ഫാൻ എന്നാണ്. വൂ ഫാനിനോട് ഇപ്പോ ഇത്രയും നാള് തങ്ങളെ വളരെ കെയറോട് കൂടി നോക്കിയതിന് നന്ദി പറയുന്ന സൂലി ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും ഞാൻ ഇനി തിരിച്ചു തരേണ്ട സമയമാണെന്നും പറഞ്ഞ് എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അന്ന് ഉറങ്ങാനായി കിടക്കുന്ന സൂലിക്ക് വരുന്നത് മുഴുവൻ
ഹാനുമായി അന്ന് നടന്ന കാര്യങ്ങളെ പറ്റിയുള്ള സ്വപ്നങ്ങളാണ്. സൂലിക്ക് 5 കുട്ടികളാണല്ലോ ഉള്ളത്. പറയുമ്പോ കുട്ടികളൊക്കെ വളരെ ചെറിയ കുട്ടികളാണെങ്കിലും കയ്യിലിരിപ്പ് ഭയങ്കര വലിയ സംഭവങ്ങളാണ്. അവര് ഒരു വശത്ത് അമ്മയെ ഭയങ്കര കെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, മറുവശത്ത് അവർക്ക് നന്നായിട്ട് അറിയാം അവരുടെ അച്ഛൻ അവർ ഇന്ന് രാവിലെ കണ്ട ഹാനാണ് എന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനെതിരെ അവർ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഈ കൊച്ചു പിള്ളേർക്ക് ഹാക്കിങ്ങും കാര്യങ്ങളും നന്നായി തന്നെ അറിയാം. ഓരോ കുട്ടികളും ഓരോ മേഖലകളിൽ നല്ല അറിവുള്ളവരാണ്. അപ്പൊ ആ അറിവൊക്കെ വെച്ച് അവർ അച്ഛനായിട്ട് ഒരു പണി കൊടുക്കാനായി ഹാനിന്റെ കമ്പനിയുടെ ഡേറ്റ ഹാക്ക് ചെയ്യാനായി ശ്രമിക്കുന്നു. ഇതേ സമയം ഹാൻ ഓഫീസ് റൂമിൽ ഇരുന്ന് രാവിലെ കണ്ട സ്ത്രീയെ പറ്റി തന്നെ ആലോചിക്കണം. അത് നമ്മുടെ സൂലിയാണ്. സൂലിയെ പറ്റി തന്നെ എവിടെയാണ് എന്നാലും ഞാൻ കണ്ടത്, ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നെല്ലാം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടീമാണ് അവിടേക്ക് ലൂവിന്റെ വരവ്. സൂലിയുടെ സ്റ്റെപ്പ് സിസ്റ്റർ. അന്ന് താനായിരുന്നു ഹാന്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ് ഹാന്റെ അടുത്ത് പറ്റിക്കൂടിയ സൂലി ഇത്രയും വർഷവും ആ ഒരു കള്ളം തന്നെ മെയിൻറ്റെയിൻ ചെയ്തു നിന്ന് ഇപ്പോ ഹാനിനെ വിവാഹം കഴിക്കുന്നതിന്റെ തൊട്ട് വക്കത്ത് വന്ന് നിൽക്കാണ്. അവൾ ഹാനോട് ഭയങ്കര കാര്യമായി തന്നെ ഒട്ടി നിൽക്കാൻ നോക്കുമ്പോൾ ഹാൻ എപ്പോഴും ഒരു ഡിസ്റ്റൻസിലാണ് അവളെ ഇപ്പൊ കൊണ്ട് നടക്കുന്നത്. ആ ഒരു സമയത്ത് ശരി നീ എന്ന പൊക്കോന്ന് പറഞ്ഞ് സംസാരിക്കാൻ വന്ന് അവളെ പറഞ്ഞു വിടാനായി ഹാൻ നോക്കുമ്പോൾ അവൾ പോവാതെ ഹാന്റെ അടുത്ത് തന്നെ പറ്റിക്കൂടി നിന്ന് ഒരു കിസ്സൊക്കെ അടിക്കാൻ നോക്കി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വെപ്രാളത്തിൽ സെക്രട്ടറി ഓടി വരുന്നത്. ഡേറ്റ ഹാക്ക് ചെയ്യപ്പെട്ടെന്നും അതുമൂലം ഇപ്പോൾ വൻ സാമ്പത്തിക നഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്ന സെക്രട്ടറി വർക്കേഴ്സിനും കമ്പ്യൂട്ടർ എക്സ്പേർട്സിനെ വെച്ച് നോക്കിയിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറയുന്ന ഇതേ ടീം നമ്മൾ വിചാരിച്ച കണക്ക് തന്നെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ എന്നെല്ലാം കുട്ടികൾ ഡിസ്കസ് ചെയ്യുന്നു. അവരിങ്ങനെ ഒരു പണി ഹാനിന്റെ കമ്പനിയിൽ നടത്തുന്ന കാര്യം സൂലിക്കൊട്ടും അറിയയില്ല. അങ്ങനെ ഈ ഒരു ടെൻഷന്റെ ഇടയിലും തന്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനായി ഹാൻ പുറപ്പെടുന്നു. എൻഗേജ്മെന്റിന് വേണ്ടി റെഡിയായി ലൂ ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് അവിടേക്ക് സൂലിയുടെ വരവ്. സൂലിയെ അന്നത്തെ ഒരു സംഭവത്തിന് ശേഷം ലൂ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്പരന്ന് നിൽക്കാണ്. കൂടാതെ പല രഹസ്യങ്ങളും ഈ നടക്കുന്ന എൻഗേജ്മെന്റിന് പിന്നിലുണ്ടല്ലോ, ഹാനിനെ തെറ്റിദ്ധരിപ്പിച്ചത് ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ ഇവളിത് കുളമാക്കുമോ എന്ന് പേടിയുള്ള ലൂ സൂര്യ അവിടെ നിന്ന് പുറത്തേക്കാണെ നോക്കുമ്പോൾ ഞാനേ ഓസിന് നിന്റെ എൻഗേജ്മെന്റ് കൂടാൻ വന്നൊന്നുമല്ല, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ബിഹാഫിൽ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നു. കാരണം ലീ ഗ്രൂപ്പിലേക്കാണ് ഡിസൈനറായി വൻ തുക കൊടുത്ത് ലീഡിംഗ് ഡിസൈനറായ സൂലിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവൾ ആ കാര്യം പറഞ്ഞു നിൽക്കുമ്പോൾ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാതെ ലൂ വഴക്കുണ്ടാക്കി ഇറക്കി വിടാനായി നോക്കുമ്പോൾ അത് കണ്ടെത്തുന്ന ഹാൻ അത് തടയുന്നു. എന്താ പ്രശ്നമെന്ന് ഹാൻ തിരക്കുമ്പോൾ ഞാനിവിടെ ഇൻവിറ്റേഷൻ കിട്ടി വന്നതാ, പക്ഷെ നിങ്ങളുടെ ഫിയാൻസി വെറുതെ എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് സൂലി പറയുമ്പോൾ ഹാനും സൂലിക്കും സംസാരിക്കാനായി അവസരം ഉണ്ടാക്കി കൊടുക്കരുത്, അത് തനിക്ക് തന്നെ പ്രശ്നമാകും എന്ന് ഓർക്കുന്നല്ലോ. വേഗം തന്നെ ഹാൻ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. അങ്ങനെ എന്തെങ്കിലും അവിടേക്ക് സൂലി വന്നത് ചുമ്മാ തന്നെ ചതിച്ച ലൂവിന്റെ എൻഗേജ്മെന്റ് കൂടി ഫുഡും കഴിച്ചങ്ങ് പോകാനായിരുന്നില്ല. അവൾ അവിടെ നൈസായിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. ആ വീഡിയോയിൽ ലൂവിന് ഹാനോട് യഥാർത്ഥത്തിൽ ഒരു ഇഷ്ടവുമില്ലെന്നും അവൾ ഹാനിനെ പറ്റിക്കുകയാണ്, അവൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടെന്നും വീഡിയോ സഹിതം തെളിവുണ്ടായിരുന്നു. അത് കണ്ട് ആകെപ്പാടെ ടെൻഷൻ ആവുന്ന ലൂ ഇതെന്തോ തട്ടിപ്പാ, ഇത് ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തമായി തന്നെ ലൂവിനെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻഗേജ്മെന്റ് കോൾ ഓഫ് ചെയ്ത് ഹാൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയ സൂലിയെ കാണുന്നു. സൂലിയെ അന്വേഷിച്ചപ്പോഴേക്കും അവളുടെ മകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സൂലിയുടെ ദേഹത്തുള്ള ഒരു ബട്ടർഫ്ലൈ ടാറ്റു ഹാൻ ശ്രദ്ധിക്കുന്നത്. ഇതേ ടാറ്റു തന്റെ കൂടെ അന്ന് രാത്രി ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ ദേഹത്ത് ഉണ്ടായിരുന്നു എന്ന് ഓർത്തെടുക്കുന്നവൻ നീയല്ലേ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു സൂലി അവിടെ നിന്ന് പോകാനേ ഒരുങ്ങുന്നു. അതിന്റെ ഇടയിൽ ആ കുട്ടി ഹാൻഡ് അടുത്തേക്ക് ഓടിയെത്തി ഒരു ചെറിയ പേപ്പർ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാൻസിൽ ഓൾറെഡി മനസ്സിൽ സംശയമുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ഒരു മുടിനാര് എടുക്കാനായി ഹാനിന് സാധിച്ചു. അങ്ങനെ സൂലി കുഞ്ഞുമായി പോയ ശേഷം ഹാന മുടിനാര് തന്റെ സെക്രട്ടറി ഏൽപ്പിച്ചിട്ട് DNA ടെസ്റ്റ് ഉടനടി നടത്താനായി ആവശ്യപ്പെടുകയാണ്. ഇത് ടീം പുറത്തേക്ക് വന്ന സൂലി നീ എങ്ങനെയാ അമ്മയെ ഫോളോ ചെയ്ത് ഇവിടം വരെ വന്നത്, ഇങ്ങനെയൊന്നും കറങ്ങി നടക്കരുത്, അത് റിസ്ക് ആണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നീ വിചാരിക്കുന്ന കണക്ക് അദ്ദേഹം നിന്റെ അച്ഛനല്ല, വെറുതെ ഇങ്ങനെ എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അമ്മയെ സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞും ഇനി സങ്കടപ്പെടുത്തില്ല എന്ന് തലയാട്ടുന്നു. പക്ഷെ അപ്പോഴും അവർക്കൊക്കെ തന്നെ തങ്ങളുടെ അച്ഛൻ ഹാനാണ് എന്ന അതിയായ ഡൗട്ടുണ്ട്. ഇതേ സമയം എൻഗേജ്മെന്റ് കോൾ ഓഫ് ചെയ്തത് ലൂവിന് ഭയങ്കര അടിയായി പോയി. എങ്ങനെങ്കിലും ഹാനിനെ തനിക്ക് തിരിച്ചു വേണമെന്നും അതിനിപ്പോ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും അവൾ വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ വളഞ്ഞ വഴിയേ നടക്കുള്ളൂ. എന്തായാലും നമുക്ക് അവനെ എന്തെങ്കിലും ഡ്രിങ്ക്സിൽ കൊടുത്ത് മയക്കി ഒരു 1 നൈറ്റ് സ്റ്റാൻഡ് സെറ്റ് ചെയ്തെടുക്കാം. അന്ന് ആ 1 നൈറ്റ് സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞാണല്ലോ അവൻ ഈ കല്യാണത്തിന് പോലും സമ്മതിച്ചത്. അതുകൊണ്ട് തീർച്ചയായും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു 1 നൈറ്റ് സ്റ്റാൻഡ് വീണ്ടും നടന്നാല് അവൻ അതിന് സമ്മതിക്കുമെന്ന് പറഞ്ഞ് അമ്മ ഭയങ്കര ഒരു കുരുട്ട ബുദ്ധിയും മോൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ഇത് ടീം DNA ടെസ്റ്റ് റിസൾട്ട് വരുന്നുണ്ട്. അത് കാണുന്ന ഹാനിന് തനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലാവുന്നു. സൂലിയാണ് തന്റെ കൂടെ അന്നുണ്ടായിരുന്ന പെൺകുട്ടിയെന്നും അവളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി തന്റേതാണെന്നും. ഇപ്പോഴും 5 പിള്ളേര് ഹാനിന് ഉണ്ടെന്ന് അറിയില്ലെന്നാ തോന്നുന്നത്. കാരണം അന്ന് സൂലിയുടെ കൂടെ ആ പെൺകുട്ടിയെ മാത്രമേ ഹാൻ കണ്ടുള്ളൂ, ഇന്നും ആ പെൺകുട്ടിയെ മാത്രമേ ഹാൻ കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കുട്ടി മാത്രമേ ഉള്ളൂ എന്നാണ് ഹാന്റെ വിചാരം. വീണ്ടും 4 കുട്ടികളും കൂടി ഉണ്ട് എന്നത് ഹാനിന് അറിയില്ല. എന്തായാലും കുഞ്ഞുങ്ങളെ ഇനി എങ്ങനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാം എന്നതാണ് ഹാനിന്റെ പ്ലാൻ. അത് പിടിച്ചു വലിച്ചു വാങ്ങാനൊന്നും ഹാനിന് ഒട്ടും താല്പര്യമില്ല. അല്ലാതെ തന്നെ
കുട്ടി തന്നിലേക്ക് വരണം എന്നതാണ് ഹാൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ പിന്നീട് വൂ ഫാനിനോട് ഹാനിന്റെയും ലൂവിന്റെയും എൻഗേജ്മെന്റ് നിർത്തിച്ചതിനെ പറ്റി സൂലി സംസാരിക്കുമ്പോൾ ഇതും കൊണ്ടൊന്നും തന്റെ പ്രതികാരം അടങ്ങിയിട്ടില്ലെന്നും ഇനിയും തനിക്ക് അവർക്കെതിരെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് സൂലി പറയുന്നു. അങ്ങനെ പിന്നീട് സൂലി അവളുടെ ചില ആവശ്യങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ സൂലി അറിയാതെ ഹാനിന്റെ ഓഫീസിലേക്ക് മകൾ പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഹാൻ അവിടെ ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെ കാണുന്ന ഇത് ഹാനിന്റെ മകളാണെന്ന് DNA ടെസ്റ്റ് റിസൾട്ട് വഴി അറിയാവുന്ന ഹാനിന്റെ സെക്രട്ടറി ഹാനിന്റെ ഓഫീസ് റൂമിൽ കുഞ്ഞിനെ കൊണ്ടിരുത്തുന്നു. അച്ഛനൊരു മീറ്റിംഗിന് പോയിരിക്കുകയാണ്, മോള് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഒരാവശ്യത്തിന് പുറത്തേക്ക് സെക്രട്ടറി പോകുമ്പോൾ അങ്ങോട്ടേക്ക് ഹാൻ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലൂ വരുന്നു. അവളുടെ അമ്മ പറഞ്ഞു കൊടുത്ത ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാനേ ചില പൊടിയൊക്കെ ഹാൻ കുടിക്കുന്ന വെള്ളത്തിലോ ഡ്രിങ്ക്സിലോ ചായയിലോ വല്ല മിക്സ് ചെയ്യാന്നോർത്താണ് അവളുടെ വരവ്. ഹാൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഹാൻ കുടിക്കാനായി വെച്ചിരുന്ന കോഫിയിൽ ആ ഒരു പൊടി മിക്സ് ചെയ്ത് അവൾ അവിടെ നിന്ന് പൊടിയും തട്ടി പോകുമ്പോൾ കുഞ്ഞ് ആ റൂമിൽ മറഞ്ഞിരുന്ന് അതൊക്കെ കണ്ടിരുന്നു. അങ്ങനെ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന മകൾ സൂലി ഇതേ ഓഫീസിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി സൂലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സൂലി ലീ ഗ്രൂപ്പിലേക്കാണല്ലോ വലിയ റെമ്യൂണറേഷൻ മേടിച്ച് ഡിസൈനറായി ചേരാനായി വന്നിരിക്കുന്നത്. അങ്ങനെ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. വേഗം തന്നെ സൂലിയെ വിളിച്ചുകൊണ്ട് ഹാൻഡ് ഓഫീസ് റൂമിലേക്ക് കുഞ്ഞു പോകുമ്പോഴേക്കും ഹാൻ തിരിച്ചെത്തി. അതറിയാതെ ആ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചു കഴിയുമ്പോൾ ഹാൻഡ് ഭയങ്കര പരവേശമൊക്കെ എടുക്കുന്നു. നമ്മുടെ നാട്ടിലും പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ വശീകരിക്കാനുള്ള പൊടി മരുന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അതേ കണക്കൊരു സാധനമാണ് അതില് ചേർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഹാൻ ആകെപ്പാടെ ഒരുമാതിരി ഇതിൽ ഇരിക്കുന്ന ടീമാണ് അങ്ങോട്ടേക്ക് സൂലിയെ കൊണ്ടാക്കി കുഞ്ഞ് ആ ഒരു ഡോറ് പുറത്തൊന്ന് അടയ്ക്കുന്നത്. ഹാൻ അപ്പോഴേക്കും സൂലിയെ കണ്ട് അവളുടെ അടുത്തേക്ക് വരുന്ന ടീം അവൾക്ക് കാര്യം പിടി കിട്ടി. അവൾ വേഗം തന്നെ ഡോറ് തുറക്കാനായി കൊച്ചിനോട് പറയുമ്പോൾ കൊച്ചൊട്ട് ഡോറ് തുറക്കുന്നുമില്ല. ഇതുങ്ങളൊക്കെ ചെറിയ പിള്ളേരാണെങ്കിലും കയ്യിലിരിപ്പ് എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു പിടുത്തവും കിട്ടാത്തത്. എന്തായാലും ഹാൻ അവളെ അടുത്തേക്ക് വന്ന് കിസ് ചെയ്യാനായി നോക്കുമ്പോൾ തട്ടി മാറ്റുന്ന സൂലി മര്യാദയ്ക്ക് ഡോറ് തുറന്നു എന്ന് ബഹളം വെക്കുന്ന സമയത്ത് കൊച്ചൊരു വഴിയില്ലാതെ ഡോറ് തുറക്കുന്നു. അങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോന്ന് കൊച്ചിനോട് ദേഷ്യപ്പെട്ട് സൂലി കുഞ്ഞുമായി അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നത് ലൂ കാണുന്നുണ്ട്. ഇവളുടെ കൂടെ കൊച്ചുണ്ടോ, ഇനി ഇത് ഹാന്റെ കൊച്ചാണോ എന്നല്ല അത് കാണുന്ന ലൂവിന് ഡൗട്ട്. എന്തായാലും മരുന്നിന്റെ എഫക്ട് മാറുന്നതിന് മുന്നേ ഹാനിന്റെ അടുത്തേക്ക് ചെല്ലാമെന്ന് കരുതി ലൂ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഹാൻ അപ്പോഴും നല്ല ബോധമുണ്ട്. അവളെ ഉടനെ തന്നെ അടുത്ത് നിന്ന് ഹാൻ ഓടിച്ചു വിടുന്നു. അതിനുശേഷം തന്റെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ വല്ലാണ്ട് കൂടിയത് ഒന്ന് കുറയ്ക്കാനായി ഡോക്ടറെ വിളിച്ച് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നു. ഇതേ ടീം പുറത്തെത്തി കഴിയുമ്പോൾ മോളോട് അമ്മ പറഞ്ഞില്ലേ അത് മോളുടെ അച്ഛനല്ലാന്ന്, പിന്നെ എന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ച് സൂലി സംസാരിക്കുന്ന ടീം അപ്പൊ പിന്നെ എന്റെ അച്ഛൻ ആരാ, വൂ ഫാൻ ആണോ എന്ന് എല്ലാ കാര്യങ്ങളും ഇവരെ സഹായിക്കുന്ന വൂ ഫാനിനെ പറ്റി കുഞ്ഞു ചോദിക്കുമ്പോൾ വൂ ഫാൻ അമ്മയുടെ നല്ലൊരു സുഹൃത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത്. വിളിച്ചിരിക്കുന്നത് അവളുടെ അച്ഛനാണ്. അതുകൊണ്ട് അവൾ കാണാനായി പോകുന്നുണ്ട്. അതും ചുമ്മാ അച്ഛനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് പോകുന്നതല്ല. കാരണം അച്ഛനെ സ്നേഹിക്കാനൊന്നും കൊള്ളില്ല. അച്ഛൻ എപ്പോഴും രണ്ടാനമ്മയ്ക്കും ലൂവിനും കൂടെയാണെന്ന് സൂലിക്ക് നന്നായിട്ട് അറിയാം. സൂലി എൻഗേജ്മെന്റ് നിർത്തിയത് മാത്രം കൊണ്ട് പ്രതികാരം അവസാനിപ്പിക്കാത്തത് സൂലിയുടെ അമ്മയുടെ കുറേ സ്വത്തൊക്കെ ഈ സ്റ്റെപ്പ് മദറും അവരുടെ മകളും അച്ഛന്റെ സഹായത്തോടെ കൈയടക്കി വെച്ചിട്ടുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് അതൊക്കെ തിരിച്ചു വാങ്ങാതെ തന്റെ പ്രതികാരം തീരില്ല എന്ന ബോധ്യത്തിലാണ്. ഇപ്പൊ അവിടേക്ക് ചെല്ലുന്ന സൂലിയെ അവളാണ് ലൂവിന്റെയും ഹാന്റെയും എൻഗേജ്മെന്റ് ഇങ്ങനെ അവസാനിക്കാൻ കാരണം എന്ന കാര്യം പറഞ്ഞ് അച്ഛൻ അടിക്കാനായി വരുമ്പോൾ അവൾ ആ അടി തടുക്കുന്നു. സൂലിക്ക് അവളുടെ അമ്മയുടെ സ്വത്ത് ഇവർ കൈയടക്കി വെച്ചിരിക്കുന്നത് വലിയ പ്രശ്നമാണെന്ന് അറിയാവുന്നവർ ആ രീതിയിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യാനായി നോക്കുന്നു. ലീ ഗ്രൂപ്പിൽ നിന്ന് ജോലി ഏറ്റെടുത്തിരിക്കുന്ന സൂലി അതൊക്കെ പിന്മാറി ഹാനുമായി ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായും ഒഴിഞ്ഞു തന്നാല് സ്വത്തൊക്കെ തിരിച്ചു കൊടുക്കാമെന്ന് അവര് പറയുമ്പോൾ ഹാനിനെ ഇപ്പോൾ തിരിച്ച് സ്വന്തമാക്കുക, അവളെ തന്റെ ഹസ്ബൻഡായും കുഞ്ഞുങ്ങളുടെ അച്ഛനായും കൂടെ നിർത്തുക എന്ന ഒരു പ്ലാനും സൂലിക്കില്ല. കാരണം അവൾ ഇത്രയും വർഷങ്ങള് ഹാനിന്റെ തണലില്ലാതെയാണല്ലോ ജീവിച്ചു വന്നത്. മറിച്ച് ആ സമയത്തൊക്കെ തന്നെ ചതിയിലൂടെ തന്റെ അമ്മയുടെ സ്വത്ത് കൈയടക്കി വെച്ചിരിക്കുന്നത് തിരിച്ചു നേടണം എന്നൊരു വാശി അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതിന് ഉടനടി സമ്മതിക്കുന്നു. അതും സ്വത്ത് മുഴുവനല്ല 20% കൊടുക്കാമെന്നാണ് പറയുന്നതെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ആ ഒരു കാര്യത്തെ പറ്റി എഗ്രിമെന്റ് വെക്കാനായി ലോയറിനെ വരുത്തുന്നു. ബാക്കി ശേഷം അവളുടെ അമ്മ വളരെ പ്രിയപ്പെട്ടതായി കരുതി വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്റെ പൊസിഷൻ അവൾ ചോദിക്കുമ്പോഴേക്കും അത് കൊടുക്കുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് ഹാൻ വരുന്നു. ഇത് തന്റെ കുഞ്ഞാണെന്ന് തനിക്ക് അറിയാമെന്ന് പറയുന്ന അവൻ DNA ടെസ്റ്റ് റിസൾട്ട് കാണിക്കുമ്പോൾ സത്യങ്ങൾ ഇവൻ കണ്ടുപിടിച്ചല്ലോ എന്ന ഞെട്ടലില് സൂലിയും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതിനകത്തുണ്ടായിരുന്നോ എന്ന ഞെട്ടലില് ലൂവും നിൽക്കുന്നു. ഇപ്പൊ ഇതെന്റെ കുഞ്ഞും ഇവളെന്റെ കുഞ്ഞിന്റെ അമ്മയുമാണ്, അതുകൊണ്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കടമ എനിക്കുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ലൂവിന്റെയും പേരൻസിന്റെയും കയ്യിൽ നിന്ന് അവർ കൈയടക്കി വെച്ചിരുന്ന സൂലിയുടെ അമ്മയുടെ ചില കാര്യങ്ങളൊക്കെ അവൾക്കിപ്പോ തിരിച്ചവൻ നേടിക്കൊടുക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഹാനിനോട് DNA ടെസ്റ്റ് റിസൾട്ട് ഒക്കെ തെറ്റാണ്, ഇത് നിങ്ങളുടെ കുട്ടിയല്ല എന്നെല്ലാം സൂലി പറയുന്നുണ്ടെങ്കിലും ഹാൻ അത് വിശ്വസിക്കാൻ ഒട്ടും തയ്യാറല്ല. സൂലി എവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് ഹാൻ നിർബന്ധിച്ച് സൂലിയുടെ താമസ സ്ഥലം വരെ ചെല്ലുന്നു. അവിടെ വന്നു കഴിഞ്ഞാണ് സൂലി തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കുന്നത്. തെറ്റ് പറ്റിപ്പോയല്ലോ, ഇവിടെ കൊണ്ടുവരണ്ടായിരുന്നു, ബാക്കി കുട്ടികളെയും കൂടി ഇയാൾ കാണുമല്ലോ, ഇങ്ങനെ എന്റെ അടുത്ത് നിന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമോ
എന്ന് വല്ലാണ്ട് പേടിയായതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ പറഞ്ഞ് സൂലി ഹാനിനെ അവിടെ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് വിടാനായി ശ്രമിക്കുന്നുണ്ട്, അകത്ത് കൊണ്ടുപോകാതെ. പക്ഷെ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം അതിനു മുന്നേ തന്നെ അകത്തുണ്ടായിരുന്ന ഒരു കുട്ടി ഡോറ് തുറക്കുന്നു. അപ്പോൾ തന്നെ ഹാനിന് തനിക്ക് ഒരു കുഞ്ഞല്ല 2 കുഞ്ഞാണ് എന്ന കാര്യം മനസ്സിലാവുന്നു. അപ്പോഴും ഇനിയും 3 പിള്ളേരും കൂടി ചേർത്ത് മൊത്തം 5 പിള്ളേരുണ്ടെന്ന കാര്യം ഹാനിന് അറിയില്ല. തന്റെ കൂടെ വരാനായി സൂലി തയ്യാറല്ല. കുഞ്ഞുങ്ങളെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നറിയാവുന്നതുകൊണ്ട് ഹാൻ തൽക്കാലം പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ തിരിച്ചു തന്റെ വീട്ടിലെത്തുന്ന ഹാൻ മുത്തശ്ശനോട് തനിക്ക് ഒരു കുട്ടിയല്ല ഇരട്ട കുട്ടികളാണെന്ന് തോന്നുന്നു, 2 പേരെ കണ്ടു എന്ന് പറയുമ്പോൾ മുത്തശ്ശന് ഭയങ്കര സന്തോഷം. എത്രയും പെട്ടെന്ന് തന്റെ പേരക്കുട്ടികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായി മുത്തശ്ശൻ പറയുമ്പോൾ അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല മുത്തശ്ശ, ഇത്രയും നാൾ അവളാണ് കഷ്ടപ്പെട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് എന്ത് ഉപയോഗിച്ചു പണം കൊണ്ടായാലും അധികാരം കൊണ്ടായാലും എങ്ങനെയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കസ്റ്റഡി അങ്ങനെ അങ്ങ് വാങ്ങുന്നത് ശരിയല്ല. അല്ലാതെ നേരായ സ്നേഹത്തിന്റെ വഴിക്ക് വേണം എല്ലാം ചെയ്യാനെന്ന് മുത്തശ്ശനോട് ഹാൻ പറയുന്നു. ഇങ്ങനെ ഹാൻ പോയ ശേഷം മുത്തശ്ശൻ സൂലിയെ പറ്റിയും കൂടെയുള്ള കുട്ടികളെ പറ്റിയും അന്വേഷിക്കാനായി തന്റെ സ്റ്റാഫിനെ ഏർപ്പാടാക്കുന്നു. അടുത്ത ദിവസമാകട്ടെ വൂഫാന്റെ കൂടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട ശേഷം എന്തോ ഒരു ആവശ്യത്തിന് പോകുന്നുണ്ട്. വൂഫാൻ കറക്റ്റായി കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കുന്നുണ്ടെങ്കിലും അകത്തേക്ക് 4 കുട്ടികളെ പോകുന്നുള്ളൂ. ഒരാൾ നൈസായി പുറത്തേക്ക് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി നേരെ ചെന്ന് പെടുന്നത് ഹാനിന്റെ മുത്തശ്ശന്റെ വണ്ടിയുടെ മുന്നിലാണ്. അങ്ങനെ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിലും മുത്തശ്ശൻ കൊണ്ടുപോകുന്നു. ഈ കൊച്ചിനെ കണ്ടാൽ തന്റെ ഹാനിനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് തോന്നുന്ന മുത്തശ്ശൻ വേഗം തന്നെ ഹാനിനെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട്. ഇതേ സമയം ഹാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അതേ ഓഫീസിൽ തന്നെ ഡിസൈനറായി ജോലിക്ക് ചേർന്നിരിക്കുന്ന സൂലിയും അവിടെ ഉണ്ടായിരുന്നു. സൂലി വൂഫാൻ വഴി കുഞ്ഞിന് ആക്സിഡന്റ് ആയി എന്നതറിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനായി പുറത്തേക്ക് വരുമ്പോൾ ഹാനിനെ കാണുന്നു. അവൾക്ക് എമർജൻസിയായി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് കൊണ്ട് ഹാന്റെ കൂടെ അതേ വണ്ടിയിൽ കയറി അവൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോഴെല്ലാം ഹാൻ നീ ഇപ്പൊ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് തലവേദന എടുക്കുന്നു, പല്ലുവേദന എടുക്കുന്നു എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എക്സ്ക്യൂസ് പറയുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി വണ്ടി നിർത്തിയതും ഓടി ഇറങ്ങുന്ന സൂലി റിസപ്ഷനിൽ അന്വേഷിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ റൂമില് കുഞ്ഞുണ്ട്. കുഞ്ഞിന്റെ അടുത്ത് വേറൊരാള്, അതായത് ഹാന്റെ മുത്തശ്ശൻ നിൽപ്പുണ്ട്. അത് ആരാണെന്ന് സൂലിക്ക് അറിയില്ല. അതേ ടീം അവിടെ വൂഫാനും ഉണ്ട്. ഇത് നിന്റെ കുഞ്ഞാണെന്നെല്ലാം ചോദിക്കുന്ന മുത്തശ്ശൻ അല്ല, ഇത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കുഞ്ഞാണെന്ന് അവൻ പറയുന്നത് കേട്ടോണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സൂലിയുടെ വരവ്. സൂലിയാണ് കൊച്ചിന്റെ അമ്മ എന്ന് മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അപ്പോഴും ഇത് തന്റെ പേരക്കുട്ടിയുടെ കുട്ടിയാണ്, ഇവളാണ് തന്റെ പേരക്കുട്ടിയുടെ, അതായത് ഹാനിന്റെ കൂടെ അന്ന് 1 നൈറ്റ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി എന്നതൊന്നും മുത്തശ്ശൻ അറിയില്ല. അവിടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹാൻ വരുന്നത്. അപ്പോഴാണ് സൂലിക്ക് കാര്യങ്ങൾ പിടികിട്ടുന്നത്. ഒപ്പം ഹാനിന് എന്തെങ്കിലും പറയാൻ സാധിക്കുമെന്നെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് സൂലി പോകുന്നു. പക്ഷെ അപ്പോ കുഞ്ഞിന്റെ ID കാർഡ് അവിടെ വെച്ച് മറന്നിട്ടാണ് പോയത്. കുഞ്ഞ് സ്കൂളിൽ നിന്ന് എസ്കേപ്പ് ആയപ്പോഴാണല്ലോ ഈ ആക്സിഡന്റ്. അതുകൊണ്ട് തന്നെ ID കാർഡ് കാണുമ്പോൾ അതിൽ കുഞ്ഞിന്റെ പേര് വ്യക്തമായിട്ടുണ്ട്. താൻ അന്ന് കണ്ട കുട്ടിയാണിതെന്നാണ് പെട്ടെന്ന് കൊച്ചിനെ കണ്ടപ്പോൾ ഹാൻ വിചാരിച്ചിരുന്നത്. കാരണം ഇവരെല്ലാവരും ഒറ്റ പ്രസവത്തിലുണ്ടായിരുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ മിക്കവർക്കും ഒരേ മുഖഷേപ്പാണ്. പക്ഷെ പേര് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാക്കുന്ന ഹാനിന് അപ്പോൾ തനിക്ക് 2 പിള്ളേരല്ല 3 പിള്ളേരാണെന്ന് മനസ്സിലാവുന്നു. ഹാൻ വേഗം തന്നെ സൂലിയെ കാണാനായി പോകുന്നു. അപ്പോഴേക്കും സൂലി വൂഫാനോട് അവൻ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് മുത്തശ്ശനോട് പറയുന്നത് കേട്ടിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇഷ്ടവും എനിക്ക് നിന്നോടില്ലെന്നും ചെയ്തു തന്ന എല്ലാ സഹായത്തിനും നന്ദിയെന്നും എന്നെ ഇനി അങ്ങനെ കാണരുതെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് പോകുന്നത്. വൂഫാൻ സൂലിയെ കഴിഞ്ഞ കുറെ നാളുകളായി വർഷങ്ങളായി തന്നെ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകുമ്പോൾ അവന് നല്ല സങ്കടമാവുന്നുണ്ട്. അങ്ങനെ എന്തായാലും സൂലിയുടെ താമസ സ്ഥലത്തെത്തുന്ന ഹാൻ അവളോട് തന്റെ വൈഫായി തന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി കൂടെ വന്ന് സ്റ്റേ ചെയ്യാനായി പറയുമ്പോൾ സൂലി ആദ്യം അതിന് സമ്മതിക്കുന്നില്ല. അവൾ ആ ഒരു ടോപ്പിക്ക് മാറ്റാനായി ഹാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ 3 പിള്ളേരെ, അതായത് ഹാൻ ഇപ്പോൾ അവന്റെ കുട്ടികളാണെന്ന് അറിയാവുന്ന 3 പിള്ളേരെ മാത്രം ഹാന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായി തയ്യാറാവുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഹാന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന സൂലി ബാക്കി 2 കുഞ്ഞുങ്ങളെ പറ്റിയെങ്കിലും ഹാൻ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നു. ഇതേ സമയം സൂലി തിരിച്ച് വീട്ടിലേക്ക് എത്തി ബാക്കിയുള്ള തന്റെ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ഒരുമാതിരി പേടിയിലിരിക്കുകയാണ്. കാരണം ഈ 2 പിള്ളേരെയും കൂടി എന്തെങ്കിലും പറഞ്ഞ് മയക്കിക്കൊണ്ട് പോവുമോ, അതായത് കൂടാതെ ഹാന്റെ കൂടെയുള്ള 2 കുട്ടികളെയും കൂടി എന്തെങ്കിലും പറഞ്ഞ് അവര് തന്നെ വേണ്ടാത്ത രീതിയിൽ മാറ്റിയെടുക്കുമോ എന്നൊക്കെ സൂലിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം സൂലി ഈ 2 കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനായി പോകുന്ന അതേ കണക്ക് ഹാൻ അവന്റെ കൂടെയുള്ള 3 കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനായി പോകുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം 2 പേരുടെ കൂടെ ഇങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ അവരുടെ ടീച്ചർക്ക് ഒരു ഡൗട്ട്. ഇവരുടെ അച്ഛനെ പറ്റി ചോദിക്കുമ്പോൾ പോലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സൂലി ഒഴിഞ്ഞു മാറാറാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ടീച്ചർക്ക് സൂലി ഇനി ആരുടെയെങ്കിലും മിസ്ട്രസ് ആണോ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലീഗലായ രീതിയിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാണോ എന്ന ആ ഒരു ഡൗട്ടില് ആ കാര്യങ്ങളെ പറ്റിയൊക്കെ മറ്റൊരു പേരന്റിനോട് പറയുന്നുണ്ട്. അതറിയുന്ന ആ പേരന്റിന്റെ കുഞ്ഞ് ഈ പിള്ളേരുമായി വഴക്കുണ്ടാക്കുന്നു. ആ ചെറുക്കൻ ഇവരെ വളരെ മോശമായി കമന്റ് അടിച്ചാണ് വഴക്കാവുന്നത്. അങ്ങനെ അത് അടിയായി മാറുന്നുണ്ട്. ഇതേ സമയം ഓഫീസില് സൂലിയെ കാണാനായി വൂഫാൻ വരുന്നു. വൂഫാനിന് സൂലിയോട് താല്പര്യമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവളെ ഇഷ്ടമാണെന്ന് മുത്തശ്ശനോട് പറഞ്ഞത് മുത്തശ്ശൻ വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഹാൻ സൂലിയോട് വൂഫാന്റെ മുന്നിൽ വളരെ ക്ലോസ് ആയി ഇടപെടുന്നു. അവളും തന്റെ 3 കുഞ്ഞുങ്ങള് ഹാന്റെ കൂടെ ഉണ്ടെന്ന കാര്യം വെച്ച് ഹാൻ ആവശ്യപ്പെട്ട കണക്ക് തന്നെ വൂഫാനോട് സംസാരിക്കാൻ താല്പര്യമില്ല, അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ആ ഒരു
സമയത്ത് വൂഫാൻ പോയ ഉടനെ തന്നെ സൂലിയോട് തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഹാൻ വീണ്ടും തുറന്നു പറയുന്നു. പക്ഷെ സൂലിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ അവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവാന്ന് ഓർത്തിരിക്കുമ്പോഴാണ് സ്കൂളിൽ നിന്ന് ഫോൺ കോൾ വരുന്നത്. അങ്ങനെ വേഗം അങ്ങോട്ടേക്ക് സൂലി പോകുമ്പോ തന്റെ പിള്ളേരെ അടിച്ചു എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ കൊച്ചിന്റെ പേരന്റ് അവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നു. സൂലി എന്തെങ്കിലും പറയും മുന്നേ തന്നെ അവർ സൂലിയെ പറ്റി വളരെ മോശമായി സംസാരിക്കുകയാണ്. ആ ഒരു ടീച്ചർ പോലും അവരെ സപ്പോർട്ട് ചെയ്ത് സൂലി ഒരു മോശം നടപ്പുകാരിയായ സ്ത്രീയാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പിന്നെ എങ്ങനെ നന്നാവാനാണ് എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യം തനിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന സൂലി വേഗം തന്നെ അവരോട് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ പ്രശ്നം കുറച്ച് ഗുരുതരമാകുന്നു എന്ന് കാണുമ്പോൾ കുഞ്ഞു വേഗം തന്നെ ആ കാര്യം ഹാനിനെ അറിയിക്കുകയാണ്. ആകെ പ്രശ്നമാണ്, അച്ഛൻ വേഗം വരണമെന്ന്. അങ്ങനെ വേഗം തന്നെ ഹാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്താണ് ഹാന ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. 5 പിള്ളേരുണ്ടെന്ന്. മുന്നേ 3 ആയിരുന്നല്ലോ, ഇപ്പൊ അത് 5 എന്നുള്ള ആ ഒരു അമ്പരപ്പ് ഹാൻ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി നമ്പർ കൂടത്തില്ല, ഇത്രയേ ഉള്ളൂ എന്ന് സൂലിയും പറയുന്നു. ഈ സമയത്ത് വഴക്കുണ്ടാക്കിയ മറ്റേ ആ ഒരു പിള്ളേരുണ്ടല്ലോ, അവരുടെ അച്ഛൻ സംഭവം അറിഞ്ഞു വരുന്നു. പുള്ളിക്കാരൻ ആരെന്റെ മക്കളെയും ഭാര്യയും ഉപദ്രവിച്ചത് എന്ന് ചോദിച്ചു വരുമ്പോഴാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ഹാനിനെ കാണുന്നത്. ഉടനെ തന്നെ മാപ്പ് അപേക്ഷിക്കുന്നു. കാരണം പുള്ളിക്കാരൻ ജോലി ചെയ്യുന്ന കമ്പനി സിഇഒ ആണ് ഹാൻ. ഇതാണ് എന്റെ 5 കുട്ടികളുടെയും അച്ഛൻ, എന്റെ ഹസ്ബൻഡ് ഹാൻ എന്ന് സൂലി ഭയങ്കര അഭിമാനത്തിൽ പറയുമ്പോൾ ടീച്ചർക്കും തനിക്ക് തെറ്റുപറ്റിയത് മനസ്സിലാവുന്നു. അങ്ങനെ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത ഉടനെ തന്നെ പിള്ളേരുമായിട്ട് അവിടെ നിന്ന് ഹാൻഡ് കൂടെ പോവാതെ എസ്കേപ്പ് ആവാനായി സൂലി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹാൻ അവളെ കൈയോടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ പിള്ളേരുമായിട്ട് വീട്ടിലെത്തുമ്പോ മുത്തശ്ശന്റെയും കിളി പറക്കുന്നുണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല 5 പേരക്കുട്ടികൾ, അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ തനിക്ക് ഉണ്ടെന്നത് മുത്തശ്ശൻ അപ്പോഴാണ് അറിയുന്നത്. വേഗം സൂലിയെ റൂമിലേക്ക് കൊണ്ടുവന്ന ഹാൻ, എന്നാലും എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ 5 പിള്ളേരെ എന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുമെന്ന് ചോദിച്ച് അവളെ ഒന്ന് വരട്ടാൻ നോക്കുമ്പോൾ അവൾ നല്ല തൊഴിൽ വെച്ചു കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും ഹാൻ വിടുന്ന മട്ടില്ല. അവളെ തന്നിലേക്ക് കൊണ്ടുവരാനായി പലതും ചെയ്ത് നോക്കിയിട്ടും സൂലി ഒരു രീതിയിലും ഹാനോട് ഒന്നിച്ച് ജീവിക്കാനായി ഒരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല. ഹാനത് മനസ്സിലാവുന്നു. കുട്ടികളാണെങ്കിൽ അവരുടെ അമ്മയല്ലേ, ഇത്രയും നാൾ അവരല്ലേ ഈ അച്ഛനേക്കാൾ കൂടുതൽ അമ്മയുടെ കൂടെ ജീവിച്ചത്. അതുകൊണ്ട് അവർക്കറിയാവുന്ന ഐഡിയകളൊക്കെ അമ്മയെ വളയ്ക്കാനായി അച്ഛന് പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഓഫീസിൽ ചെല്ലുന്ന സൂലിയെ അവളുടെ ഒരു കൊളീഗ് വൈകിട്ട് തന്റെ കൂടെ ടെന്നീസ് കളിക്കാനായി വിളിക്കുന്നു. സൂലിയും ഒരുപാട് നിർബന്ധിക്കുമ്പോൾ പോകാമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നടക്കുന്ന സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടുമല്ലോ എന്ന് കരുതി. പക്ഷെ നല്ല ഉദ്ദേശത്തിലായിരുന്നില്ല കൊളീഗ് വിളിച്ചത്. കാരണം സൂലി വരാമെന്ന് സമ്മതിച്ച ഉടനെ തന്നെ വേറെ ആരോ ഫോൺ ചെയ്ത് അവള് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അങ്ങനെ അന്ന് ഈവനിങ് കൊളീഗിന്റെ കൂടെ ഗെയിം കളിക്കാനായി സൂലി പോകുമ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു. അയാള് ഒരുമാതിരി സംസാരമൊക്കെയാണ്. ദേഹത്ത് തൊട്ടും പിടിച്ചൊക്കെ സംസാരിക്കാൻ നോക്കുമ്പോൾ സൂലി നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഉടനെ തന്നെ കൊളീഗ് നമുക്ക് ഗെയിം കളിക്കാന്ന് പറഞ്ഞ് അവരാദ്യം ഗെയിം കളിക്കുന്നു. പക്ഷെ അതിൽ കൊളീഗിന് വീണ് പരിക്കേൽക്കുന്ന കണക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് മനഃപൂർവ്വം അവൾ ചെയ്തതാണെന്ന് മനസ്സിലാവാതെ സൂലി അവൾക്ക് പകരം ഗെയിം കണ്ടിന്യൂ ചെയ്യുമ്പോൾ സൂലിയുടെ ഗെയിമിന് മുന്നിൽ ഒപ്പോണന്റിനെ പിടിച്ചു നിൽക്കാനേ കഴിയുന്നില്ല. അയാൾ തോൽവി സമ്മതിക്കുന്നു. അപ്പോഴേക്കും സൂലി അറിയാതെ അവൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ എന്തോ ഒന്ന് ചേർക്കുന്ന ആ കൊളീഗ് ഗെയിം ഫിനിഷ് ചെയ്ത ശേഷം സൂലി വരുമ്പോൾ കറക്റ്റ് ആ വെള്ളം അവൾക്ക് കുടിക്കാനായും കൊടുക്കുന്നു. അങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചാകെ വയ്യാണ്ടാവുന്ന സൂലിയെ മിസ്ബിഹേവ് ചെയ്യാനായി അയാൾ ശ്രമിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഹാൻ വരുന്നുണ്ട്. ഹാൻ അവളെ സേഫ് ആക്കുന്നു. കൂടാതെ അയാൾക്ക് കണക്കിന് കൊടുത്ത് സൂലി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി ഹാൻ നോക്കുമ്പോഴേക്കും ഹാനിന് മുന്നേ കുടിക്കാൻ കൊടുത്ത ഒരു പൊടി അവനെ വളരെ ഡിസ്റ്റർബ്ഡ് ആയി ഫീൽ ചെയ്യിപ്പിച്ചില്ലേ, അതേ കണക്കൊന്നായിരുന്നു സൂലിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സൂലിയും ഹാൻ അന്ന് ഏത് രീതിയിലാണോ സൂലിയോട് ബിഹേവ് ചെയ്തത് അതേ കണക്ക് അവനോട് ഇന്ന് ബിഹേവ് ചെയ്യുന്നു. ഇതേ ടീം ഇതെല്ലാം ഈ കൊളീഗിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് മറ്റാരുമല്ല, ലൂ തന്നെയാണ്. എങ്ങനെങ്കിലും ഹാനിനെയും സൂലിയും തമ്മിൽ തെറ്റിക്കാനായി. പക്ഷേ ഇപ്പോഴും അവൾ വിചാരിച്ച കണക്ക് കാര്യങ്ങൾ പോയില്ല. പക്ഷേ ഇതിനു പകരം അവൾക്ക് മറ്റൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. ഹാന്റെ ഓഫീസിലേക്ക് സൂലി എത്തുമ്പോഴാണ് അവളുടെ പുതിയ ഡിസൈൻ പോലും കൊളീഗ് വഴി കമ്പനിയിൽ നിന്ന് ലീക്ക് ആയിരിക്കുന്നു എന്ന കാര്യം അറിയുന്നത്. വേഗം തന്നെ ഇതിനൊക്കെ കാരണമായ ലൂവിനെ കാണാനായി സൂലിയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. നിങ്ങളോട് ഞാൻ കുറെ ക്ഷമിച്ചു, ഇനി നിങ്ങൾക്ക് എന്നെ ദ്രോഹിക്കാനാണ് ലക്ഷ്യമെങ്കിൽ അങ്ങനെ വെറുതെ വിടാൻ ഞാനും തയ്യാറല്ല എന്ന് പറയുന്ന സൂലി അവിടെ സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിക്കാനായി തുടങ്ങുന്നു. എന്നും കരുതി അവർക്കത് തടയാനും കഴിയുന്നില്ല. കാരണം ഇതെല്ലാം തന്നെ സൂലിയുടെ അമ്മയുടെ സ്വത്താണ്. പറഞ്ഞു വരുമ്പോൾ ഇവർക്ക് ഒരു തരി അവകാശമില്ലാത്ത കാര്യങ്ങൾ. അവരതുകൊണ്ട് തന്നെ ആകെ വരണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹാനും വരുന്നത്. കൂടെ മുത്തശ്ശനും പോലീസുകാരും ഉണ്ടായിരുന്നു. കമ്പനിയുടെ ഡേറ്റ ചോർത്തിയതിന്റെ പേരിൽ അവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു. ഇത് മാത്രമല്ല, സൂലിയുടെ അമ്മ മരിക്കാൻ കാരണം അച്ഛനും അച്ഛന്റെ ഈ ഒരു 2ാം ഭാര്യയും കൂടിയാണ് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകളും ഹാനിനും മുത്തശ്ശനും അപ്പോഴേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടക്കുന്നത്. ഇത്രയും നാൾ താൻ അറിയാതിരുന്ന തന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ ആ സത്യാവസ്ഥ കൂടി പെട്ടെന്ന് ഈ ഒരു നിമിഷം അറിയുമ്പോൾ സൂലി ഭയങ്കര ഷോക്കായി നിൽക്കുന്നു. എങ്കിലും അതിൽ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനായി തനിക്ക് സാധിച്ചല്ലോ, തന്നെ അതിന് ഹാൻ സഹായിച്ചല്ലോ എന്ന വലിയ സന്തോഷവും സൂലിക്കുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവത്തോടു കൂടി ഇനിയും ഹാനിനെ ഒഴിവാക്കാനായി സൂലിക്കാവുന്നില്ല.
അവൾ ഹാനിന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാനായി സമ്മതം അറിയിക്കുന്നു. അങ്ങനെ പിന്നീട് അവർ ഹാപ്പിയായി കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡേറ്റ് കണക്കൊക്കെ പോകുന്നുണ്ട്. ആ ഒരു ടീം ഗെയിമൊക്കെ കളിച്ച് ഒരുപാട് സമ്മാനം വിൻ ചെയ്യുമ്പോൾ സൂലി ഒരുപാട് ഹാപ്പി ആവുന്നു. അതിന്റെ സന്തോഷമായി ആ കടക്കാരന് ഹാൻ വലിയൊരു തുക തന്നെ ടിപ്പായും കൊടുക്കുമ്പോൾ അയാൾ ഡബിൾ ഹാപ്പി. കുറച്ച് പൂക്കള് ഈ ഡേറ്റ് തുടങ്ങുന്ന സമയത്ത് ഹാൻ സൂലിക്ക് കൊടുത്തിരുന്നു. അവളെ ഒരു മാജിക് ചെയ്ത് സർപ്രൈസ് ചെയ്യുന്ന കണക്ക്. പക്ഷെ ഡേറ്റിംഗ് കഴിയുമ്പോഴേക്കും ഹാനിനെ സർപ്രൈസ് ചെയ്യാനായി വലിയൊരു ബൊക്കയും ഒരു റിങ്ങുമായി സൂലി കാത്തു നിൽക്കുന്നു. അവൾ അത് കാണിച്ച് അവനെ പ്രൊപ്പോസ് ചെയ്യാനായി തുടങ്ങുമ്പോഴേക്കും അവളെ അമ്പരപ്പിച്ചുകൊണ്ട് അവൻ കയ്യിൽ കരുതിയിരുന്ന റിങ് എടുത്ത് മുട്ടുകുത്തി നിന്ന് അവളെ പ്രൊപ്പോസ് ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും ഇവിടെ ഫോർമലായ രീതിയിൽ തന്നെ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞ് ലൈഫിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇവർ ഓൾറെഡി 5 കുട്ടികളുടെ അച്ഛനും അമ്മയും ആണെങ്കിലും ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ വിവാഹം വലിയ ആഡംബര ചടങ്ങായി നടത്താതെ അതിന്റെ ലീഗൽ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫായി മാറിയിരിക്കുന്നു. തുടർന്ന് അവർ ഹാപ്പിയായി മുന്നോട്ട് ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്.